പാത്തു പാത്തു വന്നാ ചോദിക്കട്ടെ എന്നിട്ട് വന്നേ ജൂഡ് ഏത് സുന്ദരിയായത് മുഖത്തെ മണ്ണ് രാവിലെ പോയി മണ്ണിനകത്ത് ഈച്ച പിടിക്കാൻ പശ വെച്ചിട്ടുണ്ട്. എപ്പോഴും പോയി അതിനകത്ത് അങ്ങ് കിടക്കും. പിന്നെ എങ്ങനെയാ പോത്തു പോലെ വളർന്ന പാത്തു എന്നിട്ട് എൻ്റെ പോയി തലയിൽ എവറസ്റ്റോ? അമ്മയുടെ ജാനു ആണോ ഇത്? സുന്ദരിയാണോ ഇത്? സുന്ദരി അമ്മയുടെ തുന്തിരി ഒന്ന് നോക്കി. ഐ എന്താ ഭംഗി. കൊക്കുമ്മി എവിടെ? അമ്മയുടെ കൊക്കുമ്മിയാണോ ഇത്? ഇതെന്തോ തലയിൽ തുന്തിരി കൊക്കുമ്മിയാണോ ഇത്? ചക്കര കൊക്കുമ്മിയാ? ഇത്തിരി സ്നേഹമുള്ളൊരു പെണ്ണ്. കൊക്കുവോ ദേ കിടക്കുന്നുരണം. ചെളി നോക്കിയാൽ മുഖത്ത് രാവിലെ മണ്ണി കളയ്ക്കാൻ പോയതാ ഒരുത്തി. മണ്ണിൽ കിടന്ന് ഉജിൻ്റെ വായും പൊളിച്ച് നടക്കുമോ അമ്മ ചെളിപ്പെണ്ണ്. കുളിപ്പിച്ച പെണ്ണെന്ന് കണ്ടാൽ പറയുമോ? കറ്റാർവാഴ ഇട്ടാ ഇന്നലെ കുളിപ്പിച്ച കറ്റാർവാഴ. ഹലോ ഇതാരായി ഇരിക്കുന്ന തലയെക്കെട്ടും കിട്ടി. ഇവിടെ ടെറസിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഒച്ചയാണ്. വീഡിയോ എടുത്താലും കേൾക്കാൻ പറ്റില്ല. ഞാനൊരു മീൻകറി വെക്കാനുള്ള പരിപാടിയിലാണ്. അമ്മ രാവിലെ ചീമച്ചക്കക്കറി വെച്ചിട്ടുണ്ട്. ചീമച്ചക്കക്കറി കുഞ്ഞാൻ്റെ ഇവിടെ പഠിച്ച് അങ്ങേയറ്റം പറ്റിയപ്പോൾ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചാണ്. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര പഠിത്തമാണ്. അടികൊണ്ട് ഗുണനപ്പട്ടിയാണ് പഠിക്കുക. ഗുണനപ്പട്ടിയാണ്. പിന്നെ ശാലിനി ചേച്ചി ഇവിടെ ഇല്ല. ചേച്ചി പോയിട്ട് 10-12 ദിവസമായി. നാളെ വരും. എന്ത് വരണം? ഇന്ന് ഞായറാഴ്ച. തിങ്കളാഴ്ച കയറും. ചൊവ്വാഴ്ച എടുത്ത് മഴ കാരണം മൊത്തം അയവള്ളി കെട്ടി വെക്കോട്ടെ. ഉള്ളത്ത 1 2 3 4. നമ്മൾ പട്ടിക്ക് കിടക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇവിടെ ഇങ്ങനെ ഗ്രില്ലടിച്ച്. ഇവിടെ തുണി വിരിക്കാൻ വേണ്ടിയിട്ടല്ല, ഗ്രില്ലടിച്ച് ഇങ്ങനെ ചുറ്റിനും ആക്കി. പക്ഷേ പട്ടി കിടക്കുന്നില്ല. പട്ടിക്ക് ഭയങ്കര വിഷമം. നാളെ പശുവിനെ ഇവിടെ കെട്ടാം. നല്ല പുല്ല് പോത്തിന്നു. അയ്യോ പണിക്കാർക്ക് ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കട്ടെ. കാപ്പിക്കൊന്നും ഇപ്പോൾ ഉണ്ടോ? ഇത് പഴുത്ത പോവാണ്. അച്ഛനോട് പറ ഉള്ളത് പറിച്ചെടുക്കും. അങ്ങനെ കുഞ്ഞാറ്റ പറിച്ചിട്ട് അപ്പു പഴിപ്പിക്കാൻ വെച്ച് കിട്ടിയ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. ആഞ്ഞിലിച്ചക്ക. നമുക്ക് തുറന്നു നോക്കാം കൊള്ളാവോന്ന്. സംഭവം ഏതായാലും അച്ഛന് കയറാൻ പറ്റിയെങ്കിൽ അച്ഛൻ കയറി. അച്ഛനെ പിടിച്ച് അതിന്റെ പുറത്തോടെ കയറ്റി കൊള്ളാവോ നോക്കട്ടെ. എന്തായാലും പഴുത്തല്ല ഇതായി എന്നിട്ടുണ്ട്. നല്ലതാ. ആഞ്ഞിലിച്ചക്കയുടെ ടേസ്റ്റ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് വരുന്നതിനെക്കാട്ടിലൊക്കെ നല്ല. എടുത്ത് തിന്നാ അപ്പ് ഒളിച്ച് വെച്ചോണ്ട് കിട്ടി. കുരു ഇങ്ങോട്ട് പിടിക്കണം. കുരു കളഞ്ഞിട്ടില്ല. കുരു പൊട്ട് തന്നെ ഇത്. പക്ഷെ പഴുത്തന്നെ മധുരമുണ്ട്. അപ്പൂന്റെ കഷ്ടപ്പാട് അപ്പൂന്റെ തന്നെ കൊടുത്തേക്കാം. അമ്മ അമ്മലും കൂടെ വഴക്കാന്നല്ലോ അവിടെ. ചുന്തരി പൊന്നി കുട്ടുവാവെ വിളിച്ചതിന് വന്ന 1 2. ഞാൻ ജാക്കിയാ വിളിച്ചേ. എന്തുവാ നോക്കട്ടെ. അമ്മയുടെ കുട്ടുവാവ എന്ത് ചുട്ടുവാവ? അമ്മയുടെ ചുട്ടുവാവ. എടാ മര്യാദക്ക് ഇരിക്കടാ. തെന്നി കിടക്കുന്ന മരത്തെ പിടിച്ച് അച്ഛനെ കയറ്റാൻ പോന്നേ. ഹായ് വർ ഏത് ഇതെന്ന് പറഞ്ഞ എന്തുവാടാ? അച്ഛന് കപ്പളങ്ങ വേണ്ടേ? അച്ഛൻ ഇന്ന് കപ്പളത്തെ കയറി കുറെ കപ്പളങ്ങ പറിച്ചു. അങ്ങനെ പറഞ്ഞോ? ആ രണ്ടുപേരും മത്സരിച്ച് പറഞ്ഞോണ്ടിരിക്കും. അകത്തൊരുത്തിയാണെ പറഞ്ഞോണ്ടിരിപ്പുണ്ട് സുലോമ തള്ളി കിട്ടുന്നോ. മഴ നിന്നു. വെള്ളച്ചാട്ടത്തിന്റെ വലിപ്പവും കുറഞ്ഞു. തുണി കിടക്കുന്നതാണ് എന്ത് ഭംഗി.
എടാ പറ്റുന്ന പണി ചെയ്യിക്കടാ. എന്തുവാടാ നിനക്ക്? എടാ ഇതുവഴി എനിക്കിട്ടടിക്കടാ. ഇതുവഴി നോക്കി എളുപ്പമാടാ പറിക്കാൻ. ഫോണിൽ കുടിങ്ങി വാ. ഇങ്ങനെ പറിച്ചാൽ മതി. എന്തൊരു സ്നേഹം അച്ചയോട്. കൃഷ്ണൻ ചേട്ടാ, ഈ ചെക്കൻ്റെ വാക്കം കേട്ട് പോവരുത്. അവിടെ ചെല്ലുമ്പോൾ അറിയാം അതിൻ്റെ പണി. എവാണ് വെരട്ടിയായാലും കയറ്റും മരത്തെ. ഇരിക്കുന്ന ആരാന്ന് കണ്ടോ? ഇത്രയൊരു വാഴക്കാളി പെണ്ണ്. വാഴക്കാളിയാണോ അതോ നല്ല മോളാണോ? ആരാ നല്ല മോളാ? ഇതാണോ നല്ല മോള്? എന്നിട്ട് കുറച്ച് മുന്നേ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. നീ പറഞ്ഞില്ലേ സുലോമ നിന്നെ തള്ളിയിട്ടെന്ന്? പറഞ്ഞോ? അപ്പം അതൊക്കെ കിളിക്കുഞ്ഞു വാ തുറക്കുന്നതിന് തൊലിയുണ്ട്. തൊലിയുണ്ടോ? തൊലി തിന്നില്ല, തൊലി തിന്നരുത്. ഇതിനാരെ ഈ തൊലിയോട് തന്നു വിട്ടേ? ഞാൻ തൊലി എത്തിത്തരാം, തൊലി എത്തിത്തരാം. സുലഭമ്മ ഇവിടെ തന്നെ വീണത്തിൽ സുലഭമ്മ തന്നെ സുലോമ ചെയ്ത എല്ലാ തെറ്റുകളൊക്കെ ക്ഷമിച്ചു. ഇന്നലെ നല്ല പെണ്ണായിരുന്നു, ഇന്ന് കള്ളിപ്പെണ്ണ. ചിക്കൻ മസാല കേട്ടോ. മഴ കുറച്ച് മുമ്പ് ചാറുന്നുണ്ടായിരുന്നു, ഇപ്പൊ ചാറുന്നു. ആവശ്യമില്ലാത്ത പണിയിലൊക്കെ പോന്ന് വിളിക്കണേ. അതുകൊണ്ടാ പുള്ളി നിൽക്കണ്ട. അമ്മ വിളിച്ചോ? ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ എന്തിയെ വീഡിയോ എന്തിയെന്ന് ചോദിച്ചാൽ എൻ്റെ കാറിന് കാവൽ നിൽക്കുന്നല്ലോ. ഓഹോ, അഴകാന കൂന്തൽ. സ്വന്തമായി എണ്ണ കാച്ചി തേക്കുക, ആരോടും അത് പറയാതിരിക്കുക. ഇങ്ങോട്ട് തിരി കാണട്ടെ. എന്താണ് ഈ അഴകാന കൂന്തലിൻ്റെ രഹസ്യം? അറിയില്ല. പിന്നെ ഇന്ന് മൈലാഞ്ചിയാ, അതെനിക്കറിയാം. അമ്മ തന്നെത്താനെ ചെമ്പരത്തിപ്പൂവൊക്കെ ഇട്ടൊരു ഏതോ ഒരു എണ്ണ ഇട്ട് കീച്ചുന്നുണ്ട്. ആ കീച്ചിൻ്റെ ബലമായിട്ടാണ് ഇങ്ങനെ ഈ ഗമ അങ്ങോട്ട് കൂടി. വെയിൽ കണ്ടുകൊണ്ട് തുണി പറക്കി വെയിൽ തിരണോന്ന് നോക്കുക. ഈ കേശഭാരം എനിക്കൊരു ഭാരമാവുമോ? ചിലപ്പം. പാത്തു 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 കടിക്ക്, പാത്തു പിടിച്ചോ, ഷാജുനെ പിടിച്ചോ, കടിച്ചോ കടിച്ചോ. ചേടാ, ഇത് വായിക്കൊണ്ട് കൈയിട്ടാലും കടിക്കത്തില്ലല്ലോ ഈ പെണ്ണ്. ചാടരുത് കുട്ടുവാവേ. പിന്നല്ല അമ്മയുടെ വാതല്. കല്ലൂര് എടാ ഭ്രാന്താ, എടാ എറിയടാ അത്. അവള് സമ്മതിക്കൂല അവനെ കളിക്കാൻ. എന്നാടാ വാടാ ജാക്കി, വേണ്ടടാ. കല്ലൂര് ദേഷ്യം വരുന്നുണ്ട്. ഈ പിള്ളേരുകളെ നോക്കി ഇഷ്ടമല്ല. എടുത്തോണ്ട് വേടാ. ആ പാത്തു സമ്മതിക്കുമല്ലോ ചക്കര ഒരു വക ചെയ്യാൻ. കുശുമ്പി പെണ്ണ, അവനെ കടിക്ക് നോക്ക്. എന്റെ കല്ലു പാത്തു, കല്ലു വിട്ടാര് വിട്ടാര്. മതി മതി മതി. കല്ലു 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 ആത്തു, കല്ലു ആത്തു. ഈ പാത്തൂരിന് എന്തിന്റെ ഭ്രാന്താ? നീ ചൂടെടുത്ത് ആവി എടുത്തിട്ട് വായേ. അവൾ അവന്റെ പുറകെ ഓടുവാ. കുട്ടുവാവ കൊണ്ടുവാ, അമ്മയുടെ മോനിങ് കൊണ്ടുവാ, എടുത്തോണ്ട് വാ. പെണ്ണ് സമ്മതിക്കുന്നില്ലേ? അവൻ സമ്മതിക്കണ്ടേ? ഇവിടെ അവക്കത് വേണ്ട, അവക്ക് വേണ്ട. പക്ഷെ അവൻ എടുക്കാൻ സമ്മതിക്കൂല. ജാക്കി കൊണ്ടുവാ. അവള് വഴി തെറ്റിപ്പോയി. എടാ കൊണ്ടുവാടാ. അവളെ കാണിക്കുക. അതെ പൊന്നുമോൻ. എന്താ
ആര്? പാത്തു ഇറങ്ങി വാ പാത്തു. അവനാണെ കളിക്കാൻ ഒരു കമ്പനി ഇല്ലായിരിക്കും. ആഹാ ദേ ചരുവത്തിൽ കയറിയിരിക്കുന്നു. വല്ലാത്തൊരു വൃത്തിയായിപ്പോയി. ഹലോ ഹലോ, ഇല്ലാത്ത വെള്ളത്തിൽ നീ കയ്യും മുക്കി നിൽക്കുക. അങ്ങോട്ട് നോക്കി ഒരു ചെന്നായ കുഞ്ഞ് നോക്കുന്ന പോലെ. കുളി കഴിഞ്ഞിട്ട് കയറി വാ, ഉണങ്ങിയിട്ട് കയറി വന്നാൽ മതി. ഇനി ബാ ഇറങ്ങി മടി, AC ഇട്ട് തരാം. ബാ ഇതാ ഓടിക്കില്ലെന്ന് പറയുന്നവള്. അല്ലേ പ്രാന്തി, ഇപ്പം മുഴുപ്രാന്തായി. കൊള്ളാം, നന്നായിട്ടുണ്ട്. ആനേനെ പോലെ ആനേന്റെ സ്വഭാവം തുമ്പിക്കൈയും വെച്ച് തോണ്ടും. ഇതില് ഇറച്ചി കൊണ്ടുവന്നു. ആന എങ്ങനെ? ആന ഇറച്ചി ഉണ്ടോ നോക്കൂ തുമ്പിക്കൈ കൊണ്ട് തോണ്ടിയിട്ട്. മനസ്സിലായി. അത് ഏത് ആനയാണെന്നൊന്ന് പറഞ്ഞാൽ മതി. ആ 9ന്റെ പട്ടികന്ന് 2 ചോദിക്കട്ടെ. അങ്ങനെ ഇടയ്ക്കിട്ട് ചോദിക്കും. എടുക്കട്ടെ, വടി എടുക്കട്ടെ, ചൂരവടി എടുക്കട്ടെ. അതിനറിയാൻ വയ്യാഴിയല്ല, അവന് പൊട്ടുകളി. കയറ്, നാളെ സ്കൂൾ തുറക്കുമല്ലേ? സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് ബാക്കി തരാം. അപ്പോൾ ഈ ഓമമരം, അതായത് പപ്പായ മരം കടപുഴകി വീഴ്ത്താനുള്ള ശ്രമത്തിലാണ്. കാരണം ഈ അവിടെ നിൽക്കുന്നവരുടെ തലയിൽ ഓമയ്ക്ക വീഴാനുള്ള സാധ്യതയും അതിന് ഭാരക്കൂടുതലും കാണുന്നു. നിറച്ച ഓമയ്ക്കയാണ്. അപ്പോൾ ഇത് വെട്ടിയിട്ടില്ലെങ്കിൽ അടിയിൽ കൂടെ പോകുന്ന കറണ്ട് വള്ളി പൊട്ടാൻ സാധ്യതയുണ്ട്. ഒരു കുഞ്ഞിൻ്റെ കഷ്ടപ്പാട് നോക്കൂ. ആ നല്ലതാ മോനെ, നല്ലതാ മാമി. നീ കേട്ടിട്ടില്ല? നല്ലതാ മാമി. ഇത് നിറയുണ്ട്, ഇതിന് ഭാരം താങ്ങാൻ വയ്യ. ആ ഇവിടെ അങ്ങനെ. ആ ചാക്കിലിരിക്കുന്നത്, ടോയ്ലറ്റിൻ്റെ മേളിൽ ചാക്കിലിരിക്കുന്നത് പട്ടിയുടെ കയ്യിൽ കിട്ടാതിരിക്കാൻ വേണ്ടി അച്ചാച്ചിയുടെ വല ചാക്കി കെട്ടി വെച്ചേക്കുന്ന കേട്ടോ, വല. ഓസൊക്കെ പൈപ്പൊക്കെ മാറ്റുകയാണ് ഗൈസ്. മെത്ത ഉണങ്ങാനിട്ടിരിക്കുന്നു. എങ്ങോട്ടോ എന്തോ തേടി പോകുന്നു. എടാ തെന്നി വീഴുവടാ ഈ ചെരുപ്പില്ലാണ്ട് നീ ഓടുന്നേ. എന്താ മലു? എന്തുവാ ജാക്കി അങ്ങനെ? എന്തിനാ ജാക്കി അമ്മലുണ്ട് അച്ഛൻ അതുവഴി പോയപ്പോ നോക്കി പേടിപ്പിച്ചേ? ജാക്കിയുടെ ഒരു കാര്യം. നീ പറയണ്ട, അച്ഛക്ക് അറിയാം. നീ ഉണ്ടാവുന്നതിന് മുന്നേ അച്ഛൻ മരമുട്ടാൻ പറയും. ഏണിയൊന്ന് പിടിച്ചോ. വേറെ വഴിയില്ല. കുട്ടുവാവേ, അമ്മ മാറിക്കൊടുത്തേ. കുട്ടുവാ അമ്മേ. ആഹാ, ആർക്കൊന്നും പറ്റിയില്ല. കോഴിക്ക് അരിഞ്ഞു കൊടുക്കാം. ആ കോഴി ഇത് നല്ലോണം തിന്നും അരിഞ്ഞു കൊടുത്താൽ. അതുപോലെ ടർക്കിക്ക് കൊടുത്താൽ മതി. ടർക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത് എനിക്ക് അതിനോടാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഈ പപ്പായയോട് എപ്പോഴാന്ന് തരത്തില്ല, ഷെഡിൻ്റെ പുറത്തോട്ട് തലയും കുത്തി വീഴുന്നത്. പിന്നെ അതേ കായൽ കുറവായതുകൊണ്ട് വെയിറ്റ് ഇല്ല. ഹലോ, നമ്മുടെ കുട്ടുവാവ ഇങ്ങനെ ചാടിക്കേ, കൂടി ചാടി വാ. അലക്കണ്ട. അമ്മേ എങ്ങടേക്ക് പറിക്കാം? കാർ ഒരു സൈഡ്, കാർ മാറ്റണമായിരുന്നു. ആരിവൻ പോന്നു. ആ തോരൻ വെക്കാം. എടാ നല്ലൊരു വിളഞ്ഞ ഒരെണ്ണം നോക്കി എടുത്തിട്ടോ കുഞ്ഞാറ്റെ. എത്ര എണ്ണം വേണം? ഒരു 2-3 അവിടെ തണലത്തിട്ടേരെ. ഇപ്പൊ വേണേ ഒരെണ്ണം തോരൻ വെക്കാം. ഇന്നലെ വാഴക്കൂമ്പ്, ഇന്ന് പപ്പായ. അമ്മയ്ക്ക് അലർജിയാ കൊണ്ട് അവിടെ എവിടെയെങ്കിലും വെച്ചോ. അമ്മക്ക് ഓമയ്ക്കാൻ പറ്റൂല, അമ്മയുടെ ശത്രുവാ. ജാനു നോക്ക്. ടാറ്റ മാം. അമ്മണിക്കുട്ടി, ജാനു കുഞ്ഞ
കുഞ്ഞാവെ തന്നെ നോക്കിയിരിക്കുന്നേ. ജാനു ഞാൻ പോവാ, ടാറ്റാ. അപ്പൊ കഥയെ പറ്റും. എടാ സൗണ്ട് കേൾപ്പിക്കാതിരിയടാ വെകിളി. ഈ അപ്പുവാ ഓർമ്മയുണ്ടോ മേളത്തെ പണിക്കാരെന്തോ നിന്നോട് പറഞ്ഞേ? സുലുവമ്മയുടെ മേളിൽ പണിക്കാരെന്തോ പറഞ്ഞെന്നറിയാമോ? അറിയാമോ എന്തോ പറഞ്ഞെന്ന്? മേളത്തെ പണിക്കാരെന്തോ പറഞ്ഞറിയാം സുലുവമ്മയോട് കഴിഞ്ഞ ദിവസം ഇവനെ അങ്ങോട്ട് വിട്ടേക്കല്ലെന്ന്. കണ്ടാൽ വളരെ പാവമാണെങ്കിൽ ആ ആൾ ശരിയല്ലെന്ന്. നിന്നെ പറ്റിയാ. നീ എന്തോ മേളിൽ പോയി ഒപ്പിച്ചേ? മേളിൽ പോയി എന്തോ ചെയ്തേ? എന്തുവാടാ ചെയ്തേ മേളിച്ചെന്ന്? ഇത്രയും ഒരു പാവത്തെ പോലെ ഇരിക്കുന്ന വാഴക്കാളി ചേർക്കൻ. എനിക്ക് വിശക്കും. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ കഴിക്കണമല്ലോ. അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകും. അപ്പം ഇതാണ് എൻ്റെ ഭക്ഷണം. ചോറ്, മീൻകറി, ചോറ്. എനിക്ക് ഇത് തന്നെ ധാരാളം. ആഹാ, ഞാൻ വെച്ച മീൻകറി കുഴപ്പമില്ല, അടിപൊളി മീൻകറിയാണ്. ടേസ്റ്റ് ഉണ്ട്. എടുത്തു കഴിഞ്ഞാൽ ആവേശത്തിൻ്റെ പുറത്ത് ഞാൻ ചക്കക്കറി മറന്നു പോയായിരുന്നു. അങ്ങനെ എല്ലാവരും കഴിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ചക്കക്കറി ഓർമ്മ വന്നു. അങ്ങനെ ചക്കക്കറി എടുത്തു. നേരെ ഇരുന്ന് കഴിക്കുന്നേ. ഹലോ, ഇവിടെ ഇളക്കി അങ്ങോട്ട് കഴിക്കേ. ഈ സൗണ്ട് കേൾപ്പിക്കും. കുഞ്ഞാറ്റയുടെ ആളാ. വീട്ടിലാള് വന്ന ഇതവസ്ഥ. വളഞ്ഞിട്ട് പിടിക്കുക. അമലു രക്ഷിക്കുന്ന വരുന്നവരെ എല്ലാം. അമലു ഓടിച്ചോണ്ടോ, പരിക്കത്തുണ്ടോ? വിളിച്ചോണ്ടോ. ആ പോട്ടെ. അമലുവിനോട് പോയിരുന്ന കഥപുസ്തകം വായിക്കട്ടെ കുഞ്ഞാറ്റെ. കുറച്ച് കഴിയുമ്പോൾ ഈ കഥപുസ്തകത്തിലെ മൊത്തം നിന്നെ കൊണ്ട് ഞാൻ വായിപ്പിക്കും. അന്നേരം തെറ്റിട്ട് നിൻ്റെ ഹെൽമെറ്റൊക്കെ വെച്ച് ഇല്ലെങ്കിൽ തല ഞാൻ ചിലപ്പോൾ തലക്കിട്ടേയും കൂട്ടും. മേളത്തെ മുറിയിൽ വയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ടോയ്ലറ്റിലെ കണക്ഷൻ എടുക്കാനും. കോട്ട കാണിച്ചു മനസ്സിലായാലും നമ്മുടെ കശുവണ്ടി അല്ലെങ്കിൽ പറങ്ങാണ്ടി. ഞങ്ങളുടെ ഇവിടുത്തെ പറങ്ങാണ്ടി ഉണങ്ങി വെച്ചേക്കുന്ന. അപ്പം നല്ല മഴയുണ്ട്. മഴ സമയത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണല്ലോ. ഇങ്ങനെ ചെറിയ തീയിൽ ഇങ്ങനെ വഴറ്റി ഇതിന് തീ പിടിച്ച് ആളിപ്പത്തി ഭയങ്കരമായിട്ട് നമ്മൾ പിന്നെ തല്ലിപ്പൊട്ടി എടുക്കുന്നതാണ് പറങ്ങാണ്ടി. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അത് പരുവത്തിന് കിട്ടുന്നതെന്ന് പറഞ്ഞ ഒരു വല്ലാത്തൊരു കലയാണ്. ഞാനപ്പോൾ ആയുധം വെച്ച് കീഴടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ഹെൽമെറ്റ് അല്ലെങ്കിൽ PPE കിറ്റ് ഉപയോഗിക്കേണ്ടത്. പേടിയാ. അതുകൊണ്ട് ഞാൻ ആയുധം കൈമാറുകയാണ്. നമുക്ക് ഒളിഞ്ഞു നോക്കാം. എൻ്റെ കാലിലോട്ട് തെളിച്ചിട്ടുണ്ട്. ഇങ്ങനെ തീ പിടിച്ചിരിക്കുന്നു. ഞങ്ങൾ കത്തിച്ചു. വീട് ഞങ്ങൾ കത്തിച്ചു. കരിയൂല. കത്തട്ട്. എടാ അടുപ്പിൻ്റെ അവിടെ ഇരിക്കുന്ന എന്തോ എല്ലാം കൂടെ തീ പിടിച്ചിട്ട് അമ്മയെന്ന് വല്ലതും പറയുമോ? ഓടിക്കോ. ഹായ് പറഞ്ഞാണ്ട് നിന്ന് കത്തിക്കുന്നു. ദഹിപ്പിച്ച പോലെ ആയിപ്പോലോ. അതായത് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ തീയും പിടിച്ചു. ഞങ്ങളത് ഒറ്റ ഒരെണ്ണം പോലും വിടാണ്ട് കരിച്ചു ഗൈസ്. ആദ്യത്തെ ട്രിപ്പ് കരിഞ്ഞു. രണ്ടാമത്തെ ഞങ്ങൾ കരിച്ചു. മൂന്നാമത്തെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ എന്ത് ഭംഗിയാണ്. ഇതിങ്ങനെ എടുക്കുക. ഈ കരിഞ്ഞതാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് നമ്മളിങ്ങനെ തല്ലുന്ന സെറ്റപ്പൊക്കെ ഓക്കെ കേട്ടോ. ജസ്റ്റ് കരിഞ്ഞതേ ഉള്ളൂ, പേടിക്കാനില്ല. എൻ്റെ പൊന്നുമോൻ കഴിക്കുന്ന. എടാ അവൻ്റെ ആ മുഖം ഒന്ന് കാണൂ. മക്കൾ കഴിക്കും. തിന്നിട്ട് പോവും. നല്ല രുചിയാ. ഇല്ല അത് കഴിക്കും. ഇതിന് ബുദ്ധി കൂടാന്നല്ല. ഇനിയും ഉണ്ടോ? ഇത് കഴിഞ്ഞില്ലേ? കുഴപ്പമില്ല എന്ന് നമുക്ക് ചുറ്റു തല്ലിത്തരാം. എൻ്റെ മോൻ പോരുന്നുണ്ട് ഗുണനെപ്പറ്റി ഇപ്പോഴത് മൊത്തം ഇങ്ങനത്തെ തല്ലിക്കൊണ്ട് തരാം. പൊക്ക. അപ്പോൾ കരി പിടിച്ച തത്തമ്മയെ കണ്ടിട്ടില്ലെന്ന് പറയരുത്. ഇതിന് കിടക്കുന്നു. ഇതൊക്കെ ഓരോരോ കരി പിടിച്ച തത്തമ്മകളെ കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ നമ്മളൊന്നും പോലും വേസ്റ്റ് ആക്കൂല കേട്ടോ. കരിഞ്ഞാലും ഞങ്ങൾ പൊട്ടിക്കും. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ. ചുമ്മാ പിന്നെ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ അഭിപ്രായം പറയാൻ എളുപ്പമാണ്. ഞങ്ങളും ചില സമയം ഉണ്ടാക്കുമ്പോൾ ഒക്കെ ശരിയാവാറുണ്ട്. അച്ചാച്ചിയില്ല, അതുകൊണ്ടാണ് പറ്റിപ്പോയത്. ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരണ്ടേ ഇങ്ങനെ നടത്താൻ. അതായത് ഇവിടെ ആരോട് ഈ മുറുമുറുക്കുന്നേ? നീ എന്തിനാ മുറുമുറുക്കുന്നത്? അവൻ ഇങ്ങോട്ട് വരൂല്ല. അവനെ ഞാൻ സ്നേഹിക്കുന്നില്ല. നീ തിരിഞ്ഞു കടാ. അവിടെ കിടന്നു. അവിടെ തലയിൽ വെച്ച് കിടന്നു. എന്താ ഞാൻ പറയാൻ വന്നതെന്ന് പറ. അത് പോയി. നീ എന്താ ഇവിടെ? എല്ലാവരും എന്താ ഇവിടെ?
പോയ 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 ഇവിടെ തീ വെച്ചുള്ള കളിയാ, ആയുധം വെച്ചിട്ടുള്ള കളിയാ ഇവിടെ അപ്പോഴാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മെഡിക്കൽ മിറാക്കിൾ എന്ന് പറയുന്ന പോലെ ഒരെണ്ണമെങ്കിലും കിട്ടത്തില്ലേ? കണ്ടാ ഞാൻ പറഞ്ഞില്ലേ, എന്തൊക്കെ പറഞ്ഞാലും എത്ര കടയിൽ നിന്ന് മേടിച്ചാൽ ഈ കറയോടുകൂടി ഇങ്ങനെ പൊടിച്ചടിച്ച് തിന്നുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ നല്ല. എന്താ മനസ്സിലായില്ലേ? ചിലതൊക്കെ ചീറ്റിയാലും ബാക്കി മൊത്തം ചീറ്റിയത്. വാങ്ങണം. ഇപ്പൊ എന്തോ നിന്റെ പ്രശ്നം? എടാ അച്ഛൻ ഒരു കാര്യം ജനങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാനാണോ ചൂടുപടി കൂടെ കൊണ്ടുപോവാം. കണക്കാണോ കുഞ്ഞാട്ടെ? നോക്കാതെ ഞാൻ പറയാൻ തെറ്റാ. പൊക്കോ, ഇങ്ങോട്ട് കൊണ്ടുപോവാ, പറഞ്ഞുതരാം. എന്നാടാ കുഞ്ഞാറ്റ